100% ഡിജിറ്റൈസേഷൻ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിലെ രണ്ടാമത്തെ ജില്ലയാണ് കംപ്ലീറ്റ് മുഴുവനായിട്ട് ഡിജിറ്റൈസേഷൻ പൂർത്തീകരിച്ചിട്ടുള്ളതും. നമുക്ക് ആകെ 6,41,687 വോട്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിലെ 6,04,347 ഫോംസ് നമുക്ക് ഡിജിറ്റൈസേഷൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 100% നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ASD ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 13,598 ആൾക്കാരും ഡെത്തായിട്ടാണ് നമ്മൾ കണക്കെടുത്തിരിക്കുന്നത്. 14,409 പെർമനന്റ്ലി ഷിഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. 2,488 ഓൾറെഡി എൻറോൾഡ് ഡബിൾ എൻട്രി വന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇനി 593 പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഫോംസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ ടോട്ടലായിട്ട് 37,369 ആൾക്കാരാണ് നമ്മൾ ASDന്റെയും മറ്റുള്ള അതേഴ്സ് കാറ്റഗറിയിലും 5.82% നമ്മൾ കണക്കെടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള 6,04,347 ഫോംസ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ട് കളക്ഷനും ചെയ്തിട്ട് ഡിജിറ്റൈസേഷനും ചെയ്ത രണ്ടാമത്തെ ജില്ലയായിട്ട് സംസ്ഥാനത്തിലെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സോ 100% BLO BLAമാരുടെ മീറ്റിംഗ് 3 EROമാരും സുൽത്താൻ ബത്തേരി മാനന്തവാടി കൽപ്പറ്റയിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 18-ാം തീയതി വരെ നമുക്ക് ഇനിയും സമയമുണ്ട്. ഇനി എന്തെങ്കിലും നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ അതത് BLOനെ സമ്പർക്ക ചെയ്യുവാണെങ്കിൽ നമുക്ക് മാപ്പിങ്ങിൻ്റെ കാര്യത്തിലോ മറ്റുള്ള ഏത് കാര്യത്തിലും റോൾ ബാക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അത് ചെയ്യാനുള്ള പ്രൊവിഷൻസ് നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ച EROമാരും AERO BLO സൂപ്പർവൈസേഴ്സ് നമ്മുടെ പ്രിയപ്പെട്ട DLOമാരും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ താലൂക്കിൻ്റെ മുഴുവൻ സ്റ്റാഫ്, അതർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാഫ്, ഇലക്ടറൽ ലിറ്ററസി ക്ലബ്സിൻ്റെ അംഗങ്ങളായിട്ടുള്ള ആൾക്കാരും സ്റ്റുഡൻസ് NCC NSS വോളണ്ടിയേഴ്സ് ഉൾപ്പെടുത്തി നിരവധി വോളണ്ടിയേഴ്സ്മാരുടെ പ്രയോജനം നമ്മൾ ഇതിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ BLA രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ മീഡിയയുടെ നല്ല രീതിയിലുള്ള ഒരു സഹകരണം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ വയനാടിൻ്റെ മുഴുവൻ ആൾക്കാർ, മുഴുവൻ വോട്ടേഴ്സ് നമ്മുടെ BLOമാർ ഓരോ വീട്ടിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ സ്വീകരിച്ചിട്ട് അവർക്കും ഡേറ്റ ഒക്കെ കൊടുത്ത ആൾക്കാരുടെ നമ്മുടെ ഭാഗത്തിൽ നിന്നും ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഹാർട്ട്ഫെൽറ്റ് താങ്ക്സ് ഫോർ അവർക്ക് ഓൺലൈനായിട്ട് ഫോംസ് കൊടുക്കാനുള്ള സംവിധാനം നമുക്കുണ്ട്. അവരുടെ ഒരു വോട്ടും കൂടി നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ നമ്മൾ കൈവരിച്ചു. അന്തിമഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നതും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വയനാട്ടിലെ ആകെയുള്ള 23 ഗ്രാമപഞ്ചായത്തുകളിലും 3 മുനിസിപ്പാലിറ്റികളിലും അതുപോലെ തന്നെ 4 ബ്ലോക്കിലും നമ്മൾ 11-ാം തീയതി നമ്മൾ വോട്ടിംഗ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള അമുഖമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ചെയ്ത് തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. തുടക്കം നമ്മുടെ EVMന്റെ FLC മുതൽ നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ നല്ല രീതിയിലാണ് ഗംഭീരമായിട്ടാണ് കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ചെയ്തു വന്നിട്ടുള്ളത്. സോ ഇപ്പോൾ നമുക്ക് ആകെ 828 പോളിംഗ് സ്റ്റേഷൻസ് ആണ് നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് കിട്ടിയ നോമിനേഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള വിമനിന്റെ പാർട്ടിസിപ്പേഷനും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. 1968 സ്ഥാനാർത്ഥികളാണ് നമുക്ക് ആകെ നമ്മുടെ ജില്ലയിലുള്ളത്. അതിലെ 1035 വിമൻ കാൻഡിഡേറ്റ്സ് ആണ് സ്ഥാനാർത്ഥികളായിട്ട് വന്നിരിക്കുന്നത്. 933 മെന്നാണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. അപ്പോൾ നമുക്ക് ജില്ലയിലെ ഉള്ള വോട്ടറുടെ നമ്പർ നോക്കുമ്പോൾ LHD ഇലക്ഷൻസിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് റോളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. 6,47,398 എലിജിബിൾ വോട്ടേഴ്സ് നമുക്ക് ജില്ലയിലുണ്ട്. അതിലെ നമുക്ക് സ്ത്രീ വോട്ടർമാർ 3,34,321 വിമൻ വോട്ടേഴ്സും അതുപോലെ തന്നെ പുരുഷ വോട്ടർമാർ 3,13,49, ട്രാൻസ്ജെൻഡർ വോട്ടർമാർ 8 ആൾക്കാരും പ്രവാസി വോട്ടർമാർ 20 ആൾക്കാരാണ് നമുക്ക് ജില്ലയിലെ ആകെ ഉള്ളത്. അപ്പോൾ എല്ലാ ആറുമാരുടെ ട്രെയിനിങ്, ഇലക്ഷൻ ആൾക്കാരുടെ എല്ലാ ട്രെയിനിങ്ങും നമ്മൾ നേരത്തെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. EVMന്റെ കമ്മീഷനിങ് നമ്മൾ എല്ലാ ബ്ലോക്ക് തലത്തിലും അതായത് പഞ്ചായത്തിൻ്റെ നമ്മുടെ എല്ലാ സ്ഥലത്തിലും നമ്മൾ കമ്മീഷനിങ്ങിൻ്റെ കാര്യങ്ങളും കൂടി നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ടോട്ടൽ 3,988 എംപ്ലോയീസിനെ നമ്മൾ ഇലക്ഷൻ്റെ ഡ്യൂട്ടിക്ക് വേണ്ടി നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. അവർക്ക് ട്രെയിനിങ് ഉൾപ്പെടുത്തി, പോസ്റ്റിംഗ് ഓർഡർ ഉൾപ്പെടുത്തി, റിസർവ് പോളിംഗ് സ്റ്റാഫ് ഉൾപ്പെടുത്തി എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി 11-ാം തീയതിയാണ് നമ്മുടെ വോട്ടിംഗ്. നമുക്ക് ഒബ്സർവർമാർ ജില്ലയിൽ എത്തിയിട്ടുണ്ട്. നോമിനേഷൻ്റെ ഫൈനൽ ദിവസം മുതൽ ഇവിടെ ജനറൽ ഒബ്സർവർ ശ്രീ അശ്വിൻ കുമാർ IFS അതുപോലെ തന്നെ എക്സ്പെഡിഷൻ ഒബ്സർവർ 2 ആൾക്കാരും നമ്മളോടൊപ്പം ഇവിടെ ഉണ്ട്. പോലീസിൻ്റെ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻസും സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജില്ലയിലെ കുറച്ച് സെൻസിറ്റീവ് ബൂത്ത്സും ഉണ്ട്. അപ്പോൾ സെൻസിറ്റീവ് ബൂത്ത്സിന് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പിന്നെ വെബ്കാസ്റ്റിങ്ങിൻ്റെ സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്.
189 ആണ് നമുക്ക് സെൻസിറ്റീവ് ബൂത്ത്സ് നമുക്ക് വയനാട്ടിലേക്ക് ഉള്ളത്. നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ് പറയുമ്പോൾ കൽപ്പറ്റയിലെ SKMJയിലാണ്, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി LP സ്കൂളിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാനന്തവാടി സെന്റ് പാട്രിക്സിലാണ് ബ്ലോക്കും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി രണ്ടും നടക്കാൻ പോകുന്നതും. ബത്തേരിയിലെ സെന്റ് മേരീസും അസംഷൻസിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പനമരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ കൗണ്ടിങ്ങും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ഭാഗത്തിൽ നിന്നും ഒരു നല്ല രീതിയിലുള്ള ഒരു ഇലക്ഷന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി 11-ാം തീയതി നമുക്ക് ശരിക്കും ഫെസ്റ്റിവൽ ഓഫ് ഡെമോക്രസി എന്നാണ് നമ്മൾ ഇലക്ഷൻ്റെ പറയും. അതിൻ്റെ ഒരു വിജയം ഉണ്ടായിരിക്കണം എന്നാൽ ആൾക്കാരും വന്നിട്ട് വോട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത കാര്യത്തിൻ്റെ ഒരു നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നല്ല രീതിയിലെ ആൾക്കാർക്ക് വോട്ടിങ്ങിൽ നല്ല ടർണൗട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ദയവായി വോട്ട് ചെയ്യണമെന്ന അഭ്യർത്ഥന നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ പോലീസിൻ്റെ കാര്യത്തിൽ ഗവൺമെന്റ് പ്രൊട്ടക്ഷൻ 14 USP ഒരു USP അടക്കമുള്ള ഒരു ഡിപ്ലോമ ഉണ്ടായിരിക്കും. കൂടാതെ ബൂത്തുകളിൽ ഒരു 1+4 എക്സ്ട്രാ ആംഡ് ആയിട്ട് ഡിപ്ലോയ് ചെയ്യാൻ പോവുകയാണ്. എല്ലാ ബൂത്തുകൾ കേന്ദ്രീകരിച്ച് ഗ്രൂപ്പ് പെട്രോളിംഗ് പ്ലസ് വീഡിയോഗ്രാഫേഴ്സ് അടക്കം 50 ഗ്രൂപ്പ് പെട്രോളിംഗ് എല്ലാ ബൂത്തുകളും കവർ ചെയ്യുന്ന രീതിയിൽ ഞാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കൂടാതെ ഇലക്ഷൻ പോളിംഗ് ദിവസം പിന്നെ പ്രീ പോളിംഗ് ഡേയും ലോ ആൻഡ് ഓർഡർ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി എല്ലാ ബോർഡുകളിലും ഇന്റർ സ്റ്റേറ്റ് ആയിട്ടുള്ള ബോർഡുകളിൽ വളരെ ശക്തമായ രീതിയിൽ ചെക്കിംഗ് നടക്കുന്നുണ്ട്. ബോർഡർ സീലിംഗ് കാര്യങ്ങൾ വിത്ത് ആം കാർ അടക്കം വെച്ചിരിക്കുകയാണ്. ഇലക്ഷൻ കൺട്രോൾ റൂം ഇപ്പോൾ സജീവമായിട്ടുണ്ട്, ആക്ടിവേറ്റഡ് ആണ്. അതിൽ 1+6 ഒരു 7 പോലീസ് ഉദ്യോഗസ്ഥർ 24/7 നമ്മുടെ ഇലക്ഷൻ കൺട്രോൾ റൂമിൽ പ്രവർത്തിക്കും. അതിൻ്റെ ഒരു CUG നമ്പർ ഉണ്ട് കൺട്രോൾ റൂമിൽ 9497 935 224. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം, 9497 935 224. ഇലക്ഷനുമായി ബന്ധപ്പെട്ട പോളിംഗ് ദിവസത്തിൽ എന്തെങ്കിലും ഇമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പർ നമ്മൾ കൺട്രോൾ റൂമിലേക്ക് ഡയറക്റ്റ് ചെയ്യും, കാര്യങ്ങൾ അവർ സൂചിപ്പിക്കാൻ പറ്റും. കൂടാതെ ഇതിനൊപ്പം കുറേ സ്ഥലങ്ങളിൽ ഓൾറെഡി നമ്മൾ ഏരിയ ഡൊമിനേഷൻ ആയിട്ട് റൂട്ട് മാർച്ചസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും 4 കൂടി റൂട്ട് മാർച്ചുകൾ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഉണ്ടാകും. കൂടാതെ LP ബൂത്തുകളും ഡിസ്ട്രിബ്യൂഷൻ സെന്ററും സ്ട്രോങ് റൂമും എൻറ്റി സപ്പോർട്ടേഴ്സും ചെക്കിംഗ് ഉണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ട എല്ലാ സെക്യൂരിറ്റി സംവിധാനങ്ങളും ഏർപ്പാടെടുത്തിട്ടുണ്ട്. സ്ട്രോങ് റൂം ഡിസ്ട്രിബ്യൂഷൻ സെന്ററിന്റെ സെക്യൂരിറ്റി വളരെ ശക്തമായ രീതിയിൽ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇതിലുള്ള പ്രോപ്പർ ബന്ധപ്പെട്ട് തയ്യാറായിട്ടുണ്ട്. കൗണ്ടിംഗ് ദിവസത്തിലുള്ളവർ അതിന് ശേഷമുള്ളവർ ദിവസത്തിലുള്ള ലോനോട്ട് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി എല്ലാ സ്കീം കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. ഈ ഇലക്ഷൻ വളരെ പീസ്ഫുൾ ആയ രീതിയിൽ തന്നെ പോകുന്ന പ്രതീക്ഷിക്കുന്നു. പോലീസ് ഡിപ്ലോയ്മെന്റ് ആകുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ എല്ലാം റെഡിയാണ്. നല്ല രീതിയിൽ ഈ ഇലക്ഷൻ വളരെ പീസ്ഫുൾ ആയിട്ട് നമ്മൾ വിജയമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ഉദ്യോഗസ്ഥരും വളരെ പ്രശ്നം. പിന്നെ ഒരു കാര്യം ഇതിൽ 13-ാം തീയതി കൗണ്ടിംഗ് ഉണ്ടായിരിക്കും. ചെറുമല മുണ്ടക്കൈ ദുരന്ത വായ്പക്കും നമ്മൾ ലാസ്റ്റ് വയലേഷനിൽ ചെയ്ത പോലെ തന്നെ അവർക്കും ബസ്സിന്റെ ഒരു സൗകര്യം നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പല ഭാഗത്തിലാണ് ആൾക്കാർ താമസിച്ചു വരുന്നത്. അപ്പോൾ അവർ ആ ബസ് റൂട്ട് നമ്മൾ വേഗം തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യും. ആ ബസ് റൂട്ട് അനുസരിച്ചിട്ട് അവർക്ക് മേപ്പാടി വരെ പോയി ചുരൽമല മുണ്ടക്കൈ ഭാഗത്ത് വരെ പോയി അവർക്ക് വോട്ട് ചെയ്തിട്ട് തിരിച്ചു വരാനുള്ള എല്ലാ സൗകര്യം നമ്മുടെ ഭാഗത്തിൽ നിന്നും നമ്മൾ സജ്ജീകരിച്ചു. ജില്ലയ്ക്ക് പുറത്ത് താമസിക്കുന്ന കുറേ ദുരന്തബാധിതർ അവർക്ക് ഏതെങ്കിലും തരത്തിൽ യാത്ര സൗകര്യത്തിൽക്കാൻ അത് അങ്ങനെയുള്ള റിക്വസ്റ്റ് ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ അത് എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടപെടും. നമ്മളിപ്പോൾ നിലവിൽ ഇവിടെ നമ്മുടെ വയനാട്ടിലുള്ള മുഴുവൻ ഭാഗത്തിൽ നിന്ന് നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഇൻട്രോഡക്ഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വരും. അതേപോലെ കിടപ്പ് രോഗികൾ മറ്റു വൈകല്യം അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ സൗകര്യം അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് നമുക്കില്ല. പക്ഷേ യൂഷ്വലി സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ ഇടപെട്ടിട്ട് അതുപോലെ തന്നെ കുറച്ച് വോളണ്ടിയർ ഓർഗനൈസേഷനും കൂടി നല്ല രീതിയിൽ രാഷ്ട്രീയമല്ലാതെ വോളണ്ടിയേഴ്സ് നമ്മുടെ
ചട്ടങ്ങൾ അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന വോളണ്ടിയേഴ്സ് ഒക്കെ ഇടപെട്ടിട്ട് നമ്മൾ യൂഷ്വലി അതൊക്കെ ചെയ്യാറുണ്ട്. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. കൗണ്ടിംഗ് ഡേയിലെ അപ്ഡേറ്റ്സ് കിട്ടാൻ എങ്ങനെയാണ് എന്തെങ്കിലും മാർഗം സ്വീകരിക്കുന്നുണ്ടോ? നമ്മൾ ഇവിടെ ആയിരിക്കും കൺട്രോൾ റൂം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ BJയിൽ തന്നെ. ടോട്ടൽ ജില്ല ഇവിടെ കിട്ടും? എല്ലാം കിട്ടും. മീഡിയ റൂം നമുക്ക് അറിയാം എവിടെയാണ്. പക്ഷേ ഇവിടെ ആയിരിക്കും നമ്മുടെ പോസ്റ്റൽ ബാലറ്റിന്റെ നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ തന്നെ നമുക്ക് മുഴുവൻ ജില്ലയുടെ റിസൾട്ട്സ് കിട്ടും. എല്ലാവരുടെയും ബൂത്തുള്ളത് 67 ആണ്, 64 ആണ്. പിന്നെ ലൊക്കേഷൻ 47 ബിൽഡിംഗ്സ്. പ്രചാരണത്തിലെ കുറവൊന്നുമില്ല. നമ്മൾ ശക്തമായ ഒരു വാർത്തകത്തിന്റെ പരിപാലനം നമുക്ക് നടക്കുന്നുണ്ട്. സ്ക്വാഡ്സൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നല്ല വോട്ടിംഗ് ടർണൗട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്നും ലീഗിന്റെ ആക്ടിവിറ്റീസും അങ്ങനെ ഹരിത പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. സ്വീപ്പും കൂടി